വെൽക്കം ടു ഈസി ടു ക്രാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. LGS-നാണെങ്കിലും LD സിലബസിനാണെങ്കിലും LPUP-ക്കാണെങ്കിലും CPO-ക്കാണെങ്കിലും ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പ്രവൃത്തി, ഊർജം, പവർ. അതിന്റെ ഗണിത പ്രശ്നങ്ങൾ, അതുപോലെ ഉത്തോലകങ്ങൾ, ഊർജവും അതിന്റെ പരിവർത്തനവും എന്നൊക്കെ പറയുന്ന വിവിധ പോർഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു പോർഷനാണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 3 ഭാഗങ്ങളായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുക. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രവൃത്തി അല്ലെങ്കിൽ എന്താണ് വർക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ് വർക്ക് അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ട്. ഈ വസ്തുവിന് ഞാനൊരു ബലം കൊടുത്തു. ബലം കൊടുത്ത ദിശയിലേക്ക് ഈ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ട്. ഈ വസ്തുവിലേക്ക് ഞാൻ ഒരു ബലം കൊടുത്തു. ബലം കൊടുത്ത ദിശയിലേക്ക് ആ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം സംഭവിച്ചാൽ ഇതിനെ നമുക്ക് പ്രവൃത്തി എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം, 2 പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫോഴ്സും മറ്റൊന്ന് അവിടെ സംഭവിച്ച സ്ഥാനമാറ്റവും. ഒന്ന് ഫോഴ്സും മറ്റൊന്ന് സ്ഥാനമാറ്റവുമാണ്. സോ ഈ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ W ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് എനിക്ക് എഴുതി. ഇപ്പോ ഞാൻ കൊടുക്കുന്ന പ്രവൃത്തി ഒരു ചരിഞ്ഞാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചരിഞ്ഞ ആംഗിളിലാണ് ഞാൻ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ പ്രവൃത്തി ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? W ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് എനിക്ക് എഴുതാം. സോ ഈ 2 ഇക്വേഷൻസ് ആണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഇക്വേഷൻസ് എന്ന് പറയും. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഈ ജൂൾ എന്ന യൂണിറ്റ് നമ്മൾ കൊടുക്കാൻ കാരണമായ ഒരു പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹമാണ് യാന്ത്രികോർജവും വൈദ്യുതോർജവും താപോർജവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയതും ആര് തന്നെയാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂള് തന്നെയാണ് പഠനം നടത്തിയത്. ഇദ്ദേഹമാണ് അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്. അത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. പക്ഷെ അദ്ദേഹവും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളും എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഊർജ സംരക്ഷണ നിയമം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹീറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ജൂൾസ് ലോ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു തിയറി കൂടെയുണ്ട്. ജൂൾസ് ലോയും ജെയിംസ് പ്രെസ്കോട്ട് ജൂളിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് H is equal to I square RT എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷനൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനും വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വർക്കിനും എനർജിക്കും നമ്മൾ എന്ത് യൂണിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്? ജൂള് യൂണിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ പ്രവൃത്തിയുടെ ഒരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് പറയാം. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. കാരണം പ്രവൃത്തി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. എന്താണ് ഒരു ന്യൂട്ടൺ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൾറെഡി പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ന്യൂട്ടൺ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്റെ കയ്യിൽ ഒരു വസ്തുവുണ്ട്. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവുണ്ട്. ഇതിലേക്ക് ഞാൻ എന്തോ ഒരു ബലം കൊടുക്കുമ്പോൾ ഈ വസ്തുവിന് 1 യൂണിറ്റ് ആക്സിലറേഷൻ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രവൃത്തി അല്ലെങ്കിൽ ബലം എന്നൊക്കെ നമ്മൾ വിളിക്കും. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഞാൻ കൊടുത്തത് 1 കിലോഗ്രാം മാസ്. അതിലേക്ക് ഞാൻ ഒരു ബലം കൊടുത്തു. അതിന് 1 മീറ്റർ പെർ സെക്കൻഡ് ആക്സിലറേഷൻ ലഭിച്ചു. അതായത് ന്യൂട്ടൺ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താണുള്ളത്? ന്യൂട്ടൺ മീറ്റർ ആണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ PSC വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇതിന്റെ ഡൈമെൻഷൻ എഴുതാൻ നമ്മളോട് പറയാം. പ്രവൃത്തിയുടെ ഡൈമെൻഷൻ എഴുതാൻ പറയാം. പ്രവൃത്തിയുടെ ഡൈമെൻഷൻ ഇത്രയേ ഉള്ളൂ.
എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ ഇട്ട് കൊടുക്കുക. 1 കിലോഗ്രാമേ ഉള്ളൂ, മീറ്റർ 2 ഉണ്ട്, സോ ലെന്തിന്റെ സ്ക്വയർ എഴുതി, ടൈം ഡിനോമിനേറ്ററിലാണ്, സോ ടി റേസ് ടു -2 എന്ന് എഴുതി. സോ ഇതാണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ജൂള് എന്താണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്റെ കയ്യിൽ ഒരു 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിച്ചോ. 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തു ഉണ്ട്. ഈ 100 ഗ്രാം മാസ് ഉള്ള വസ്തുവിനെ എനിക്ക് തറനിരപ്പിൽ നിന്നും 1 മീറ്റർ മുകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു ജൂൾ എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഒരു ജൂൾ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു 100 ഗ്രാം മാസ് ഉള്ള വസ്തുവിനെ തറനിരപ്പിൽ നിന്നും മുകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു ജൂൾ എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സോ എന്താണ് ഒരു ജൂൾ എന്ന് വെച്ചാൽ 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ തറനിരപ്പിൽ നിന്നും 1 മീറ്റർ മുകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോ 100 ഗ്രാം മാസ് ഉള്ള വസ്തുവിന്റെ കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്തോ, ഇത് ഒരു എം മാസ് ഉള്ള വസ്തുവാണ്. ഈ എം മാസ് ഉള്ള വസ്തു തറനിരപ്പിൽ നിന്നും h മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു വസ്തുവും ഭൂമിയിലേക്ക് ഒരു ഗുരുത്വാകർഷണ ബലം കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അത് W is equal to mgh ആണ്. W is equal to mgh ആണ് ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി. ഒരു എം മാസുള്ള വസ്തുവുണ്ട്, അത് തറനിരപ്പിൽ നിന്നും h മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ വസ്തു ഭൂമിയിലേക്ക് ഒരു ഗുരുത്വാകർഷണ ബലം കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് W is equal to mgh ആണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. F × S ആണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ. ഇവിടെ എഫിന്റെയും എസിന്റെയും ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു അദിശ അളവാണ്. ഒരു അദിശ അളവാണ്. ചിലർക്കെങ്കിലും സംശയം വരും, ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലേ, അപ്പൊ ഇതെങ്ങനെ സ്കെലാർ ആയി? രണ്ട് വെക്റ്ററുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്കെലാർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയത്? ഒരു അദിശ അളവായിട്ട് മാറിയത്. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില ക്വാണ്ടിറ്റീസ് ആണ്. ഒരു ജൂൾ എന്ന് വെച്ചാൽ ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ പെർ സെക്കൻഡിനെ 1 വാട്ട് എന്ന് വിളിക്കാം. 1 HP എന്ന് വെച്ചാൽ 746 വാട്ട് എന്ന് വിളിക്കാം. 1 കിലോ വാട്ടിനെ 1000 വാട്ട് എന്ന് വിളിക്കാം. 1 മെഗാവാട്ടിനെ 10⁶ വാട്ട് എന്ന് വിളിക്കാം. നമ്മൾ ഇനി ഇത് പവർ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് വർക്ക്, മറ്റൊന്ന് നെഗറ്റീവ് വർക്ക്, മറ്റൊന്ന് സീറോ വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു വസ്തുവുണ്ട്. ഈ വസ്തുവിലേക്ക് ഞാനൊരു ബലം കൊടുത്തു. ബലം കൊടുത്ത ദിശയിലേക്ക് തന്നെ ആ വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. ഞാനൊരു വസ്തുവിലേക്ക് ഒരു ബലം കൊടുത്തു, ബലം കൊടുത്ത അതേ ദിശയിലേക്ക് വസ്തു ചലിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പോസിറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കാം. അതേസമയം ഞാനൊരു വസ്തുവിന് ബലം കൊടുത്തു, പക്ഷേ വസ്തു ചലിച്ചത് നേരെ വിപരീത ദിശയിലാണ്. ഈ വസ്തുവിന് ഞാനൊരു ബലം കൊടുത്തു, പക്ഷെ വസ്തു ചലിച്ചത് വിപരീതമായാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നെഗറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ബലം കൊടുത്ത അതേ ദിശയിലേക്ക് വസ്തു ചലിച്ചാൽ അത് പോസിറ്റീവ് പ്രവൃത്തി. ബലം കൊടുത്തു, പക്ഷെ വസ്തു ചലിച്ചത് വിപരീതമായാണെങ്കിൽ അതിനെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കാം. ഇനി ഞാനൊരു വസ്തുവിന് ബലം കൊടുത്തു, പക്ഷെ വസ്തു ചലിച്ചത് നേരെ മുകളിലോട്ടോ താഴോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീറോ പ്രവൃത്തി എന്ന് വിളിക്കും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സീറോ പ്രവൃത്തി എന്ന് വിളിക്കും. ഈ സീറോ പ്രവൃത്തി എന്ന് വെച്ചാൽ അവിടെ വർക്ക് നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. വെറുതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഓർത്തു വെച്ചാൽ മതി. F × S × cos θ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ ഈ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും?
തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിട്ട് മാറും. അങ്ങനെ വർക്ക് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ സീറോ പ്രവൃത്തി എന്നുള്ള സംഗതിയൊക്കെ ഇവിടെ നിലവിൽ വന്നത്. സോ നമുക്ക് ഈ പറയുന്ന പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തിയുടെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഒരാൾ ഒരു പുല്ല് വെട്ടുന്ന മെഷീനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇയാള് ബലം കൊടുക്കുന്നതും ഇങ്ങോട്ട്, വണ്ടി ചലിക്കുന്നതും ഇങ്ങോട്ട്. സോ ഇയാൾ ചെയ്ത പ്രവൃത്തി എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. സോ ചെയ്ത പ്രവൃത്തി ഒരു പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഇനി ഞാൻ ഒരു വസ്തുവിനെ പുള്ളി ഉപയോഗിച്ച് മുകളിലോട്ട് വലിക്കുകയാണ്. പുള്ളി ഉപയോഗിച്ച് മുകളിലോട്ട് വലിക്കുമ്പോൾ ഞാൻ എന്റെ ബലം കൊടുക്കുന്നത് എങ്ങോട്ടാണ്? താഴോട്ടാണ് ഞാൻ എന്റെ ബലം കൊടുക്കുന്നത്. പക്ഷെ ഈ വസ്തു ചലിക്കുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ആ വസ്തു ചലിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്ത് തന്നെയാണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒന്ന് മുകളിലോട്ടും മറ്റൊന്ന് താഴോട്ടുമാണ്. സോ ഇത് എന്ത് പ്രവൃത്തിയാണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഫൈനലി ഞാനൊരു നിരപ്പായ പ്രതലത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എന്റെ ഡയറക്ഷൻ ഫ്രണ്ടിലോട്ടാണ്, എന്റെ മൂവ്മെന്റ് ഫ്രണ്ടിലോട്ടാണ്. പക്ഷെ എനിക്കിങ്ങനെ മുമ്പോട്ട് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഭൂമിയിലേക്ക് ഒരു ബലം കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നത്. അതായത് എന്റെ ബലവും സ്ഥാനാന്തരവും തമ്മിലുള്ള കോണളവ് ഒരു 90 ഡിഗ്രിയാണ്. സോ എന്റെ പ്രവൃത്തി എന്താണ്? സീറോ പ്രവൃത്തിയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കാണാറുണ്ട്, ഇതുപോലെ പോർട്ടർമാര് തലയിൽ ബാഗും എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങളുടെ കമ്പാർട്ട്മെന്റിലേക്ക് പോർട്ടർ ഇതുപോലെ ബാഗൊക്കെ കൊണ്ടുവന്ന് വച്ചു തരികയാണ്. ആ സമയത്ത് നിങ്ങൾ പറയുകയാണ്, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഫിസിക്സ്, നിങ്ങൾ ബലം കൊടുത്തത് മുകളിലോട്ടാണ്, നിങ്ങൾ നടന്നത് ഫ്രണ്ടിലോട്ടാണ്. സോ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് സീറോ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഒരിക്കലും അതുകൊണ്ട് പ്രവൃത്തി എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രാക്ടിക്കൽ ലെവലിലും തിയറട്ടിക്കൽ ലെവലിലും രണ്ടും രണ്ടാണ്. നമ്മുടെ പ്രവൃത്തി നടക്കുന്നത് ഒരു 90 ഡിഗ്രി കോണളവിലാണെന്നുണ്ടെങ്കിൽ, സ്ഥാനാന്തരം നടക്കുന്നതിന് ഒരു 90 ഡിഗ്രി കോണളവിലാണെങ്കിൽ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? സീറോ പ്രവൃത്തിയാണ്. സോ ഇതാണ് പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി. ഇവിടെ ഒരാള് ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുകയാണ്. ഇയാൾ മുകളിലോട്ട് കയറുമ്പോൾ ഇയാൾ ബലം കൊടുക്കുന്നത് താഴോട്ടും, ഇയാളുടെ മൂവ്മെന്റ് മുകളിലോട്ടുമാണ്. സോ ഇതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരാൾ നിരന്ന പ്രതലത്തിലൂടെ നടക്കുമ്പോൾ അയാളുടെ ബലം ഭൂമിയിലോട്ടും അദ്ദേഹത്തിന്റെ സ്ഥാനാന്തരം ഫ്രണ്ടിലോട്ടുമാണ്. സോ ഇതൊരു സീറോ പ്രവൃത്തിയാണ്. ഒരാള് സ്റ്റെപ്പിൽ നിന്നും താഴോട്ട് ഇറങ്ങുകയാണ്. ഇയാളുടെ മൂവ്മെന്റ് താഴോട്ടാണ്, ഇയാൾ ബലം കൊടുക്കുന്നതും താഴോട്ടാണ്. സോ ഒരാൾ സ്റ്റെപ്പ് ഇറങ്ങുന്നത് എന്ത് പ്രവൃത്തിയാണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. സോ ഇതാണ് പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും സീറോ പ്രവൃത്തി എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിങ്ങൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചോ? ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പയ്യൻ ഒരു കാർട്ടിനെ അവന്റെ സ്ഥലത്തോട്ട്, അവന്റെ അടുത്തോട്ട് വലിക്കുകയാണ്. അവൻ കൊടുക്കുന്ന ബലം നമുക്ക് എഫ് എന്ന് എടുക്കാം. അവൻ കൊടുക്കുന്ന ബലമാണ് നിങ്ങൾ സ്ലൈഡില് എഫ് എന്ന് കാണുന്നത്. അതുപോലെ ഈ വസ്തു ഭൂമിയിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്, അത് ഗുരുത്വാകർഷണ ബലം എഫ് ജി ആണ്. ആ വസ്തുവിന്റെ ചലനം ഇങ്ങോട്ടാണ്. വസ്തുവിന്റെ ചലനം, ഈ ചലനത്തിന്റെ വിപരീത ദിശയിലേക്കുള്ള ബലമാണ് ഘർഷണ ബലം എഫ് ആർ. അതുപോലെ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയുള്ള ഈ ഒരു ബലമാണ് പ്രതിബലം അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പ്രതിബലം അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. സോ നിങ്ങൾ ഇവിടെ ഓരോ സ്ഥലത്തൊന്ന് ശ്രദ്ധിച്ചേ. ഈ വസ്തു ചലിക്കുന്നത് ഇങ്ങോട്ടാണ്, ഇവൻ ബലം കൊടുത്തതും ഇങ്ങോട്ടാണ്. സോ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഈ വസ്തു ഇങ്ങോട്ട് ചലിച്ചു, ആ സമയത്ത് ഘർഷണ ബലം നേരെ വിപരീത ദിശയിലാണ്. അതായത് ഘർഷണ ബലം ഇങ്ങോട്ടാണ്, പക്ഷെ വസ്തു ചലിച്ചത് ഇങ്ങോട്ടാണ്. സോ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ്? ഭൂമിയിലോട്ടാണ് ഗുരുത്വാകർഷണ ബലം ഉണ്ടായത്, എന്നാൽ വസ്തുവിന്റെ ചലനം ഇങ്ങോട്ടാണ്. സോ ഇവിടെയും പ്രവൃത്തിയും ബലവും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രിയാണ്. സോ ഇവിടെ നടന്ന പ്രവൃത്തി എന്താണ്? സീറോ പ്രവൃത്തിയാണ്. ഇവിടെയാണെങ്കിലോ വസ്തുവിന്റെ ചലനം ഫ്രണ്ടിലോട്ടാണ്, 90 ഡിഗ്രി കോണളവിലാണ് പ്രതിബലം വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിബലവും എന്ത് തന്നെയാണ്? സീറോ പ്രവൃത്തിയാണ്. സോ ഇതാണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ഇത്രയുമാണ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്ക് തിയറട്ടിക്കൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? 3 ഇക്വേഷൻസ് പറഞ്ഞു. എഫ് ഇൻറ്റു എസ്, എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. പിന്നെ എന്താണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂളിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നും എന്താണ് 1 ജൂൾ എന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക്, എന്താണ് സീറോ വർക്ക് എന്നും പറഞ്ഞു.
ഇനി ഇതിന്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.